നമുക്ക് കടയിൽ കിട്ടുന്നതിനേക്കാൾ കിട്ടില്ലെന്നായിട്ടൊരു കട്ട്ലേറ്റ് നോക്കിയാലോ. കടയിൽ കിട്ടുന്നതിനകത്ത് മിക്ക കടയിലും വാങ്ങിക്കാൻ കിട്ടുന്ന കട്ട്ലേറ്റിനകത്തൊന്നും ചിക്കൻ കാണത്തില്ല, മൊത്തം സവോളയും അതും ഇതൊക്കെ. പക്ഷെ ഇങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നില്ല, നല്ല ടേസ്റ്റുള്ള കട്ട്ലേറ്റ് കഴിക്കാം, ഹെൽത്തിയാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിന് വേണ്ട സാധനങ്ങൾ: കിഴങ്ങ്, ഒരു 3-4 കിഴങ്ങ്, ഒരു സവോള, 2 മുട്ട, കുറച്ച് കറി ലീവ്സ്, പിന്നെ നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ചിക്കൻ വേണം കേട്ടോ. ചിക്കൻ നമ്മൾ വീട്ടിൽ കറി വയ്ക്കാൻ വാങ്ങിക്കുന്നതിനകത്തുനിന്ന് കുറച്ച് കഷ്ണം മാത്രം അടിച്ചു മാറ്റിച്ചാൽ, ഞാനിത് അങ്ങനെ അടിച്ചു മാറ്റി വെച്ചിരുന്നതാണ്. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം അടിച്ചു മാറ്റി കേട്ടോ. ആദ്യം നമ്മൾ കുക്കറിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മളുടെ ഈ ഞാൻ കിഴങ്ങും ചിക്കനും കൂടെ ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഞാനിത് പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. കിഴങ്ങ് നന്നായിട്ട് കഴുകിയിട്ട് ചിക്കനും കിഴങ്ങും ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കും. അതിനുശേഷം നമ്മുടെ സവാള കുനുകുനാന്നരിയണം. നമ്മൾ ഈ സവാള അരിയുന്ന സമയത്ത് കുക്കറിൽ നിന്ന് 4 വിസിൽ വരുമ്പോഴത്തേന് നമ്മുടെ സാധനം വെന്തു. തണുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ തൊലി ഊരിക്കായ കിഴങ്ങിൻ്റെ തണുത്തതിന് ശേഷം മാത്രം ചെയ്യട്ടോ, അല്ലെ കൈ പൊളിക്കും. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഉടച്ചു വെച്ചതിന് ശേഷം അത് മാറ്റി വെക്കാം. എന്നിട്ട് 2 മുട്ട എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. 2 നന്നായിട്ട് നല്ല പരുവത്തിന് അടിച്ച് പതപ്പിച്ച് വെക്കണം. അതിനുശേഷം നമ്മൾ ഈ ചിക്കൻ തണുത്തതിന് ശേഷം നമ്മൾ അതൊരു മിക്സിയിൽ ജാറിലിട്ട് ശരിക്കും പൊടിച്ചെടുക്കണം. നമ്മളിവിടെ ഒരു 4 ബ്രെഡ് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. 4-5 എടുക്കാൻ, എത്ര കട്ട്ലേറ്റ് ഉണ്ടാക്കണം അത്രയും നമ്മൾ ബ്രെഡ് എടുക്കണം. ഞാൻ ഒരു 4 എടുത്തേക്കുന്നത്. അത് ശരിക്കും മിക്സിയിലിട്ട് പൊടിച്ചിട്ട് വെക്കാം. വേണമെങ്കിൽ നിങ്ങൾക്കത് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ, ഒരു കട്ടി കൂടാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ ചെയ്യുന്നില്ല. അതിനുശേഷം ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കും. കുക്കിംഗ് ഓയിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല, ഒഴിച്ചിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, കറിവേപ്പില, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ലേശം മാത്രം മുളക് പൊടി, ഇത്ര ആഡ് ചെയ്ത് നന്നായിട്ട് മൂപ്പിക്കുക. മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ആഡ് ചെയ്യുക. ചിക്കൻ ഇട്ട് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്യുക. പുഴുങ്ങി വെച്ചിരിക്കുന്ന കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ കിഴങ്ങിൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ ഈ ഉപ്പിട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ ഉപ്പിട് ഇടാം, പക്ഷേ ഇതാകുമ്പോൾ കറക്റ്റ് പരുവത്തിൽ നിന്നോളൂ. ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ചൂടാറാനായിട്ട് വെച്ചിട്ട് ഞാനിവിടെ ഉരുളകളാക്കിയെടുത്ത് ആദ്യം, എന്നിട്ടാണ് പിന്നെ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ട് ഫുള്ളായിട്ട് ഷേപ്പാക്കി മാറ്റിയിട്ടാണ് ഞാനത് മുട്ടയുടെ ആ മിക്സിലിട്ടിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുത്തത്. എന്നിട്ടൊരു ചട്ടി വയ്ക്കുക, അതിലേക്കിത് വറക്കാൻ പാകത്തിന് എണ്ണ ഒഴിക്കുക. ഇപ്പം നിങ്ങൾക്ക് എത്രണ്ണമാണ് വെച്ചിടേണ്ടത് അത്രയും വെച്ചിടുക. ഞാനിവിടെ 4 ഇട്ട് ഒരുമിച്ചിട്ടാണ് വറുത്തെടുത്തത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എടുത്ത് 4-5 പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് എടുത്ത് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ വീട്ടിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതാകുമ്പോൾ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കട്ട്ലേറ്റും കഴിക്കാം, നല്ല ചിക്കനും കിട്ടും. പിന്നെന്താണ്, നിങ്ങൾക്ക് എൻ്റെ